അജയ് തറയിൽ ചേരുകയാണ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അംഗം. ശ്രീ അജയ് തറയിൽ, ഇപ്പോൾ ശ്രീ വി ആർ രാജശേഖരൻ പറഞ്ഞതിൽ കുറേയേറെ വസ്തുതകളുണ്ടല്ലോ. ഈ 2023 ജപമാല, മുദ്രമാല, യോഗദണ്ഡ് ഇവ എന്തിനാണ് സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോയത് എന്നുള്ള കാര്യം ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ചോദിച്ചതാണ്. എന്നിട്ടും അതിനുശേഷവും 2025 സെപ്റ്റംബറിൽ ഇതാ സ്വർണ്ണപ്പാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്നു. കൃത്യമായ കാര്യമാണല്ലോ VHP ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അല്ല, ഈ 2018 ചെമ്പുപാളിയാണ് എന്ന് ദേവസ്വം ഓർഡർ ഇറക്കിയത് അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയല്ലോ. അത് ദേവസ്വം ബോർഡ് പ്രസിഡന്റും 2 മെമ്പർമാരും കൂടിയ യോഗത്തിൽ വെച്ച ഓർഡറാണ് സെക്രട്ടറി ഇറക്കിയത്. അവിടെ ഏത് കണ്ണുപൊട്ടനും, നിങ്ങൾ ഈ എല്ലാ ചാനലുകളും ശബരിമലയിലെ മുന്നിൽ നിന്ന് അയ്യപ്പന്റെ പ്രതിഷ്ഠ മാത്രമേ നിങ്ങൾക്ക് പകർത്താൻ കഴിയാറുള്ളൂ, ബാക്കി എല്ലാം എടുക്കുന്നുണ്ട്. 2017-ലും 2018-ലും 2019-ലും ഒക്കെ സ്വർണം പൂശ് പ്രക്ഷോഭിച്ചു നിന്നിരുന്ന ദ്വാരപാലകരെ അത് പൊളിച്ചെടുത്ത് അത് ചെമ്പുപാളിയാണ് എന്ന് റെക്കോർഡുണ്ടാക്കി. ആ ചെമ്പുപാളിയിൽ സ്വർണം ഇലക്ട്രോപ്ലേറ്റ് ചെയ്യിച്ച് തിരിച്ചു കൊണ്ടുവന്നു. അത് കൊണ്ടുപോയ സമയത്ത് കുറെ ആളുകളെ വിളിച്ചു കൂട്ടി അവരൊക്കെ സ്പോൺസർഷിപ്പിന് പൈസ വാങ്ങി. ഇത്രയും വലിയ പ്രവൃത്തി ചെയ്ത ഒരു വ്യക്തിയെയും ഒരു സ്ഥാപനത്തെയും വീണ്ടും 2025 ഏൽപ്പിക്കുകയാണ്. 6 വർഷം കഴിഞ്ഞ് വീണ്ടും ഏൽപ്പിക്കുകയാണ്. അത് ഇവർ കൊട്ടിഘോഷെടുത്തുന്ന ഒരു അയ്യപ്പ മഹാസംഗമം നടക്കുമ്പോൾ, സെപ്റ്റംബർ 20-ാം തീയതി സംഗമം നടക്കുമ്പോൾ സെപ്റ്റംബർ 9-ാം തീയതി പൊളിച്ചു കൊടുത്തു വിടുകയാണ്. അപ്പോൾ ഇവിടെ ലാഭമാണ്. ഈ ശബരിമല ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭാരവാഹികൾ വലിയ ലാഭേച്ഛയോടുകൂടിയാണ് ഈ പ്രവൃത്തിക്ക് കൂട്ടുനിന്നിട്ടുള്ളത്. ചട്ടലംഘനമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് വെറുമൊരു വഴിപോക്കന്റെ കയ്യിൽ ഇത്രയും വാല്യുബിളായ, ഇത്രയും മഹത്തരമായ സ്ഥാനങ്ങൾ കൊടുത്തുവിട്ട് ഇത് അവര് പണമുണ്ടാക്കാനും ആ പണത്തിന്റെ ഷെയർ വാങ്ങാനും, ആ പണത്തിന്റെ ഷെയർ ഇവരുടെ ഏജന്റാണ്. ശ്രീ പത്മകുമാറിന്റെയും ശ്രീ പ്രശാന്തിന്റെയും ഏജന്റാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് ഇവരെയൊക്കെ പ്രതിയാക്കി തന്നെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യണം. ഇവരിപ്പോ എന്താ പറയുന്നത്? അന്വേഷിക്കണം. ആ പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. കാരണം അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തലയിൽ മാത്രം കെട്ടിവെച്ചൊഴിയാൻ വേണ്ടിയുള്ള തൊടു ന്യായങ്ങളാണ്. ഇവർക്ക് ഉത്തരവാദിത്തമുണ്ട്. ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രിക്ക് ഉത്തരവാദിത്തമുണ്ട്. ശ്രീ VN വാസവൻ മന്ത്രിക്ക് ഉത്തരവാദിത്തമുണ്ട്. ഈ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ആരും കൈ കഴുകാൻ കഴിയില്ല. അതുകൊണ്ട് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ച്, ഇപ്പോൾ അന്വേഷണം ഒരു വേഗമായ അന്വേഷണമാണ്, അവരെ വെച്ച് അന്വേഷിപ്പിക്കണം. ദേവസ്വം വിജിലൻസ് എന്ന് പറയുന്നത് റിട്ടയർഡ് SP-യുടെ നേതൃത്വത്തിലാണ്. അവർക്ക് കേസെടുക്കാൻ അധികാരമൊന്നുമില്ല. അവർക്ക് വെറുതെ അന്വേഷിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ദേവസ്വം വിജിലൻസ് അന്വേഷിച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ ഹൈക്കോടതി നടത്തുന്ന അന്വേഷണം അതുവഴിക്ക് പോയിക്കൊള്ളട്ടെ അവരുടെ സ്വത്തുക്കളെ കുറിച്ച്. ഈ വിഷയം ഏറ്റവും അപ് ടു ഡേറ്റ് ആയ പ്രശ്നമാണ്. ആ വിഷയത്തിന് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ വെച്ച് അന്വേഷിച്ചാൽ മാത്രമാണ് ഈ സത്യാവസ്ഥ പുറത്തുകൊണ്ടുവരാൻ കഴിയുള്ളൂ. നന്ദി. ശ്രീ അജയ് തറയിൽ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അംഗം അജയ് തറയിലാണ് പ്രതികരിച്ചത്. എന്തായാലും സ്വർണ്ണപ്പാളി വിവാദം അതിന്റെ ഈ അന്വേഷണ ഘട്ടത്തിലും കൂടുതൽ ദുരൂഹമായി തുടരുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രതികരണം 2019 സന്നിധാനത്ത് നിന്ന് തനിക്ക് സ്വർണം പൂശുവാനായി കിട്ടിയത് ചെമ്പുപാളികൾ തന്നെയാണെന്നാണ്. സ്വർണ്ണപ്പാളി വിവാദം വിശ്വാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണെന്നും ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നും പന്തളം കൊട്ടാരം ആവശ്യപ്പെട്ടു. പന്തളം കൊട്ടാരം നിർവാഹക സമിതി സെക്രട്ടറി MR സുരേഷ് വർമ്മയാണ് ഈ ആവശ്യം ഉന്നയിച്ചത്. സ്വർണ്ണപ്പാളി 40 ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം വെച്ചത് ദുരൂഹമാണെന്ന് അദ്ദേഹം പറയുന്നു. ചെന്നൈയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വൃത്തിയാക്കിയപ്പോൾ 4 കിലോയിലധികം കുറഞ്ഞുവെന്ന് പറയുന്നത് അവിശ്വസനീയമാണെന്നും അദ്ദേഹം പറയുന്നു. ശബരിമലയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ എല്ലാ ഭക്തജനങ്ങൾക്കും വളരെ വിഷമമുണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. കാര്യം ഭക്തജനങ്ങൾ കാണിക്കയായിട്ട് അർപ്പിച്ചിരിക്കുന്ന സ്വർണ്ണങ്ങൾ അവിടുന്ന് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ഭക്തജനങ്ങൾക്കും എല്ലാ ഭക്തജനങ്ങൾക്കും അയ്യപ്പനിൽ വിശ്വാസമുള്ളവരും എല്ലാവർക്കും തന്നെ അത് ദുഃഖമുണ്ടാക്കുന്ന കാര്യമാണ്. കൂടുതൽ ഈ പറഞ്ഞ പോലെ അറിയാമല്ലോ, 1998 വിജയമല്യ കൊടുത്ത സ്വർണ്ണ
പാളികൾ അദ്ദേഹമാണ് അന്ന് ശ്രീകോളിന്റെ മുകളിലും ശ്രീകോളിന് ചുറ്റും എല്ലായിടവും സ്വർണം പൊളിത്തിഞ്ഞത്. ഈ സ്വർണം പൊതിയുക എന്നുള്ളതും സ്വർണം പൂശുക എന്നുള്ളതും രണ്ട് പ്രോസസ്സാണ്. സ്വർണം പൊതിയുക എന്നുള്ളത് അത് ചെറിയ പാളികളാക്കി സ്വർണം ചെറിയ പാളികളാക്കി അതിൽ പതിക്കുക എന്നുള്ളതാണ്. സ്വർണം പൂശുക എന്നുള്ളത് അതൊരു ഇലക്ട്രോപ്ലേറ്റിംഗ് മെത്തേഡിൽ കൂടെ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ സ്വർണം അന്ന് പൊതിഞ്ഞു എന്നാണ് അവർ പറയുന്നത്. അവിടെ റെക്കോർഡിലും അങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെ പൊതിഞ്ഞിരിക്കുന്ന സ്വർണം 2019 അത് വീണ്ടും കേടായി എന്നുള്ള ഇതിൽ കൊണ്ടുപോയി മദ്രാസിൽ കൊണ്ടുപോകാനായിട്ട് കൊണ്ടുപോകും. മദ്രാസിലേക്ക് ഇവിടുന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയ സാധനം 40 ദിവസത്തിന് ശേഷമാണ് അവിടെ കമ്പനിയിൽ ചെല്ലുന്നത്. അദ്ദേഹം 40 ദിവസം അദ്ദേഹത്തിന്റെ കസ്റ്റഡിയിൽ ഇത് വെച്ചുകൊണ്ടിരുന്നു. അതും വളരെ ദുരൂഹമായ കാര്യമാണ്. കമ്പനി ചെല്ലുമ്പോൾ അവർ പറയുന്നത് അത് ചെമ്പായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതിനകത്ത് വൈരുദ്ധ്യം. അതുപോലെ അവർ പറയുന്നതും ഇത് ക്ലീൻ ചെയ്യുമ്പോൾ 5 കിലോയോളം കുറവ് വരുന്നു എന്ന് അവർ പറഞ്ഞു. പക്ഷെ അതും ഒട്ടും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാര്യം ഒരു ചെമ്പ് ഷീറ്റ് ഇല്ലെങ്കിൽ മെറ്റീരിയൽ ക്ലീൻ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് വാക്സ് അത് ഇതെല്ലാം എന്നൊക്കെ പറഞ്ഞ് 5 കിലോ പോകുമെന്നാണ് പറയുന്നത്. അങ്ങനെ പോകുകയെന്ന് പറഞ്ഞാൽ ഈ സ്വർണ്ണത്തെ പോലെ തന്നെ വിലയുള്ളൊരു സാധനമാണ് ഈ ചെമ്പ് സാധനങ്ങളും. അപ്പോൾ അതിനകത്തും ഒരു സംശയം, അദ്ദേഹത്തിന്റെ ഇന്നലത്തെ പ്രസ്താവനയിൽ ഒരു സംശയമുണ്ട്. ഇതുപോലെ സ്വർണ്ണപ്പാളികൾ അന്നുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അത് പിന്നീട് എങ്ങനെ ഈ ചെമ്പ് മാത്രമായി വന്നു എന്നുള്ളതും വളരെ ശക്തമായ രീതിയിൽ അതിന് അന്വേഷണം വേണ്ടതാണ്.